ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ ഡാറ്റീവ് കേസിന്റെ പാർട്ട് 2 വീഡിയോയാണ്. പാർട്ട് 1 നമ്മൾ എന്താണ് ഡാറ്റീവ് എന്നും ഏതൊക്കെയാണ് ഡാറ്റീവ് വെർബ്സ് എന്നും ട്രാൻസിറ്റീവ് വെർബുകൾ ഏതൊക്കെയാണെന്നൊക്കെ നമ്മൾ കണ്ടു. പാർട്ട് 2 നമ്മൾ പഠിക്കാൻ പോകുന്നത് ബെസ്റ്റിംഡ് ആർട്ടിക്കിൾ ഇൻ ഡാറ്റീവ്, അൺബെസ്റ്റിംഡ് ആർട്ടിക്കിൾ ഇൻ ഡാറ്റീവ്, നെഗാറ്റീവ് ഇൻ ഡാറ്റീവ്. ഈ 3 കാര്യങ്ങളായിരിക്കും നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത്. ആദ്യമായി നമുക്ക് നോക്കാം എന്താണ് ബെസ്റ്റിംഡ് ആർട്ടിക്കിൾ ഇൻ ഡാറ്റീവ് എന്ന്. അതിനായി നമുക്ക് 2 കീ പോയിന്റ്സ് നോക്കാം. ഒന്നാമതായി ദി ബെസ്റ്റിംഡ് ആർട്ടിക്കിൾ ഇൻ ഡാറ്റീവ് ഈസ് ഈക്വൽ ടു ദി ഇൻ ഇംഗ്ലീഷ്. ഇംഗ്ലീഷിലെ ദി തന്നെയാണ് ബെസ്റ്റിംഡ് ആർട്ടിക്കിൾ ഇൻ ഡാറ്റീവ്. രണ്ടാമതായി ഒരു കീ പോയിന്റ് വരുന്നത് ദി ബെസ്റ്റിംഡ് ആർട്ടിക്കിൾ ഇൻ ഡാറ്റീവ് ഈസ് ഡിറ്റർമൈൻഡ് ഓൺ ദി ബേസിസ് ഓഫ് ജെൻഡർ, കേസ് ആൻഡ് നമ്പർ ഓഫ് നൗൺ. ഇനി ഏതൊക്കെയാണ് ബെസ്റ്റിംഡ് ആർട്ടിക്കിൾ ഇൻ ഡാറ്റീവ് നമുക്ക് നോക്കാം. നമുക്ക് അതിന് മുന്നോടിയായി നമ്മുടെ നോമിനാറ്റീവിലെയും അക്യൂസാറ്റീവിലെയും ബെസ്റ്റിംഡ് ആർട്ടിക്കിൾ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം. നോമിനാറ്റീവിലെ ബെസ്റ്റിംഡ് ആർട്ടിക്കിൾ ഏതൊക്കെയായിരുന്നു? ദർ, ദി, ദസ്, ദി. ഏതൊക്കെയായിരുന്നു? ദർ, ദി, ദസ്, ദി. അക്യൂസാറ്റീവിലോട്ട് വന്നപ്പോഴെന്തായിരുന്നു? ദെൻ, ദി, ദസ്, ദി അല്ലായിരുന്നോ? ഇനി ഡാറ്റീവിൽ വരുമ്പോഴെങ്ങനെയാണ്? മാസ്കുലിനിൽ ദെം, ഫെമിനിനിൽ ദർ, നോയിട്രത്തിൽ ദെം, പ്ലൂറാലിൽ ദെൻ പ്ലസ് എൻ. ആ പ്ലസ് എൻ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ അതെങ്ങനെയാണ് വരിക? ദെം, ദർ, ദെം, ദെൻ പ്ലസ് എൻ. ഒന്നുകൂടെ പറയാം, ദെം, ദർ, ദെം, ദെൻ പ്ലസ് എൻ. അപ്പൊ ഡാറ്റീവ് ബെസ്റ്റിംഡ് ആർട്ടിക്കിൾ ഏതാണ്? ദെം, ദർ, ദെം, ദെൻ പ്ലസ് എൻ. ഇതാണ് ഡാറ്റീവ് ബെസ്റ്റിംഡ് ആർട്ടിക്കിൾ. ഇനി നമുക്ക് ഡാറ്റീവിന്റെ ഓരോ ബെസ്റ്റിംഡ് ആർട്ടിക്കിൾ വെച്ചും നമുക്ക് എക്സാമ്പിളുകൾ എഴുതി നോക്കാം. ഒന്നാമതായി നമുക്കൊരു ഡാറ്റീവ് വെർബ് വെച്ച് എക്സാമ്പിൾ നോക്കാം. ഐ ഹെൽപ് ദി മാൻ. ഐ ഹെൽപ് ദി മാൻ. മാൻ എന്താണ്? ദർ മൻ, മാസ്കുലിനാണ്. ഹെൽപ്പൻ എന്ന വെർബാണ്, ഡാറ്റീവ് വെർബാണ്. ഡാറ്റീവ് വെർബിന് ശേഷം എപ്പോഴും എന്ത് ഉപയോഗിക്കണം? ഡാറ്റീവ് കേസ് ഉപയോഗിക്കണം. ഇവിടെ ഡാറ്റീവ് കേസിൽ എന്താ കിടക്കുന്നത്? ബെസ്റ്റിംഡ് ആർട്ടിക്കിൾ ആണ് കിടക്കുന്നത്. അപ്പൊ ഡാറ്റീവ് കേസിലെ ബെസ്റ്റിംഡ് ആർട്ടിക്കിൾ മാസ്കുലിൽ ഉപയോഗിക്കണം. എങ്ങനെ ഉപയോഗിക്കും? ഈസ് ഹെൽപ്പ് ദെം മൻ. നമ്മുടെ ചോദ്യം വെച്ചാണെന്നുണ്ടെങ്കിൽ ഞാൻ ആരെ ഹെൽപ്പ് ചെയ്തെന്നാണ്. ആരെ എന്നൊരു ചോദ്യത്തിന്റെ ഉത്തരം അക്യൂസാറ്റീവിലാണ്. പക്ഷേ ഈ ഹെൽപ്പൻ എന്നുള്ളത് ഡാറ്റീവ് വെർബ് ആയതുകൊണ്ട് ഈസ് ഹെൽപ്പ് ദെം മൻ. ഇനി മറ്റൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. അത് നമുക്ക് ട്രാൻസിറ്റീവ് വെർബിൽ എക്സാമ്പിൾ നോക്കാം. ഐ ഗീവ് ദി വുമൺ ദി ഡോഗ്. വുമൺ എന്താണ്? ദി ഫ്രൗ, ഫെമിനിൻ ആണ്. ഡോഗ് എന്താണ്? ദെയർ ഹുണ്ട്, മാസ്കുലിനാണ്. ഈ സെന്റൻസിൽ എന്തൊക്കെയുണ്ട്? സബ്ജക്ട് നോമിനാറ്റീവ് ഉണ്ട്. ഐ, ഞാൻ കൊടുത്തു. ഇനി ഇതൊരു ട്രാൻസിറ്റീവ് വെർബാന്ന് പറഞ്ഞല്ലോ. ഇതിൻ്റെ അകത്ത് എന്തൊക്കെ വരാം? അക്യൂസാറ്റീവ് ഒബ്ജക്റ്റും വരാം, ഡാറ്റീവ് ഒബ്ജക്റ്റും വരാം. ഇതിൻ്റെ അകത്ത് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് എന്താണ്? ഞാൻ ആർക്കാണ്, നമുക്ക് ആ ചോദ്യം ചോദിച്ചതിനെ കണ്ടുപിടിക്കാം. ഞാൻ ആർക്കാണ് ഡോഗിനെ കൊടുത്തത്? ദി വുമൺ. എന്താണ് കൊടുത്തത്? ദി ഡോഗ്. അപ്പം ദി വുമൺ എന്നുള്ളത് ഏത് കേസിൽ എഴുതും? നമ്മൾ ഡാറ്റീവിൽ എഴുതും. ദി ഡോഗ് എന്നുള്ളതോ നമ്മൾ ഏതിലെഴുതും? അക്യൂസാറ്റീവിൽ എഴുതും. ആരാണ് കൊടുത്തത്? ഞാൻ, നോമിനാറ്റീവ്. എന്താണ് കൊടുത്തത്? ഡോഗ്, അക്യൂസാറ്റീവില്. ആർക്കാണ് കൊടുത്തത്? ദി വുമൺ. അപ്പൊ ഇതെങ്ങനെ എഴുതും? ഇഷ് ഗേബെ ദർ ഫ്രൗ ദേൻ ഹുണ്ട്. ഹുണ്ട് മാസ്കുലിൻ അല്ലേ? അക്യൂസാറ്റീവിലാണ് കിടക്കുന്നത്. അപ്പൊ അക്യൂസാറ്റീവ് മാസ്കുലിൻ ബെസ്റ്റിംഡ് ആർട്ടിക്കിൾ എന്താ? ദെൻ. അപ്പൊ ഇതെങ്ങനെ എഴുതി? ഇഷ് ഗേബെ ദർ ഫ്രൗ ദേൻ ഹുണ്ട്. ഇഷ് ഗേബെ ദർ ഫ്രൗ ദേൻ ഹുണ്ട്. നമ്മുടെ ആ ഫോർമുല നേരത്തെ പഠിച്ചു ഓർക്കുന്നുണ്ട്. സബ്ജക്ട് പ്ലസ് വെർബ് പ്ലസ് ഇൻഡയറക്റ്റ് ഒബ്ജക്ട് പ്ലസ് ഡയറക്റ്റ് ഒബ്ജക്ട്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഈ എക്സാമ്പിൾ. ഇനി മറ്റൊരു എക്സാമ്പിൾ നമുക്ക് ഡാറ്റീവ് വെർബ് വെച്ച് നോക്കാം. ഐ കൺഗ്രാജുലേറ്റ് ദി ചൈൽഡ്. ഐ കൺഗ്രാജുലേറ്റ് ദി ചൈൽഡ്. ചൈൽഡ് എന്താണ്? ദ സ്കിൻഡ്. അപ്പോൾ ഇതെങ്ങനെ പറയും? ഞാൻ ആരെ കൺഗ്രാജുലേറ്റ് ചെയ്തെന്നാ. പക്ഷെ നമ്മൾ ചോദ്യം ചോദിച്ചാണോ ഇങ്ങനത്തെ സെന്റൻസുകൾ കണ്ടുപിടിക്കുന്നതല്ല. ഇതൊരു ഡാറ്റീവ് വെർബ് ആയതുകൊണ്ട് അതിനുശേഷം ഡാറ്റീവ് കേസ് വരണം. ദി ചൈൽഡ് ആയതുകൊണ്ട് ഡാറ്റീവ് കേസിലെ ബെസ്റ്റിംഡ് ആർട്ടിക്കിൾ വരണം. അപ്പൊ ഇതെങ്ങനെ എഴുതും? ചൈൽഡ് ന്യൂട്രൽ ആണ്. അപ്പൊ ഡാറ്റീവിന്റെ ന്യൂട്രൽ എങ്ങനെ വരും? ദേം. അപ്പൊ എങ്ങനെ എഴുതും? ഇഷ് ഗ്രാറ്റുലിറിയെ ദേം കിൻഡ്. ഇനി പ്ലൂറാലിൽ ഒരു എക്സാമ്പിൾ നോക്കാം. ഐ ഫോളോ ദി ചിൽഡ്രൻ. ഐ ഫോളോ ദി ചിൽഡ്രൻ. ചിൽഡ്രൻ എന്താണ്? ദി കിൻഡർ, പ്ലൂറലിലാണ് കിടക്കുന്നത് കേട്ടോ. ഈ ഫോളോ എന്നുള്ളതോ ഒരു ഡാറ്റീവ് വെർബാണ്. ഞാൻ ആരെ ഫോളോ ചെയ്തെന്നുള്ളതാണ്. അക്യൂസാറ്റീവിലാണ് ചോദ്യം വരുന്നത്. പക്ഷെ ഇത് ഡാറ്റീവ് ആയതുകൊണ്ട് എന്തിലേ വരത്തുള്ളൂ? അതിനുശേഷം ഡാറ്റീവ് കേസേ വരത്തുള്ളൂ. പ്ലൂറാലിലാണ്. അപ്പൊ ബെസ്റ്റിംഡ് ആർട്ടിക്കിൾ എങ്ങനെ വരും? ദെൻ പ്ലസ് എൻ. അതെങ്ങനെ ആഡ് ചെയ്യുന്നത് ഇപ്പൊ കാണിച്ചു തരാം. അപ്പൊ ഇതെങ്ങനെ എഴുതും? ഇഷ് ഫോൾഗെ ദേൻ കിൻഡർ. ആ പ്ലസ് എൻ ഉണ്ടല്ലോ, കിൻഡറിന്റെ അവസാനം ഇടും. ദേൻ കിൻഡേൺ എന്ന് വരും. ഇഷ് ഫോൾഗെ ദേൻ കിൻഡേൺ. അപ്പോൾ നമുക്ക് ഡാറ്റീവ് വെർബുകളും ട്രാൻസിറ്റീവ് വെർബുകളും ഒക്കെ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ അറിയാമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡാറ്റീവ് ബെസ്റ്റിംഡ് ആർട്ടിക്കിളിലും എക്സാമ്പിൾ എഴുതാനായിട്ട് വളരെ ഈസിയാണ്. ഇപ്പൊ നിങ്ങൾ കണ്ടോ, മൊത്തം 12 ബെസ്റ്റിംഡ് ആർട്ടിക്കിൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. നോമിനാറ്റീവിന്റെ പഠിച്ചു, അക്യൂസാറ്റീവിന്റെ പഠിച്ചു, ഡാറ്റീവിന്റെ പഠിച്ചു.
12 മൊത്തം പഠിച്ചു കഴിഞ്ഞു. ഈ കേസുകൾ കൃത്യമായി ഉപയോഗിക്കാൻ അറിയാമെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ബെസ്റ്റ് ആർട്ടിക്കിൾ ആയിക്കോട്ടെ, ബെസ്റ്റ് നെഗറ്റീവ് ആർട്ടിക്കിൾ ആയിക്കോട്ടെ, അല്ലെങ്കിൽ പൊസസീവ് പ്രോനൗൻ ആയിക്കോട്ടെ, എല്ലാം കൃത്യമായി നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ എന്താണ് കേസ് എന്നൊക്കെ വ്യക്തമായി മനസ്സിലാക്കി തന്നെ പോവുക. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡാറ്റീവ് unbestimmter ആർട്ടിക്കിൾ ആയിരിക്കും. അതിനും 2 കീ പോയിന്റ്സ് ഉണ്ട്. The unbestimmter article in dative is equal to a or an in English. ഇംഗ്ലീഷിലെ a or an സമാനമായ കാര്യം തന്നെയായിരിക്കും ഡാറ്റീവിലെയും unbestimmter article. മറ്റൊരു കീ പോയിന്റ് ആണ് the unbestimmter article in dative is determined on the basis of gender, case. ഇനി ഏതൊക്കെയാണ് ഡാറ്റീവ് unbestimmter article നമുക്ക് നോക്കാം. അതിന് മുന്നോടിയായി നമുക്ക് നോമിനാറ്റീവിന്റെയും അക്യൂസാറ്റീവിന്റെയും ഒന്ന് റിവൈസ് ചെയ്തു പോവാം. നോമിനാറ്റീവിന്റെ ഏതൊക്കെയായിരുന്നു? ഐൻ, ഐനെ, ഐൻ. ഏതൊക്കെയായിരുന്നു? ഐൻ, ഐനെ, ഐൻ. അക്യൂസാറ്റീവിലേക്ക് വന്നപ്പോഴോ ഐനൻ, ഐനെ, ഐൻ. ഐനൻ, ഐനെ, ഐൻ. ഇനി ഡാറ്റീവിന്റെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാസ്കുലിനില് ഐനം, ഫെമിനിനിൽ ഐനർ, നോയിട്രത്തിൽ അല്ലെങ്കിൽ ന്യൂട്രൽ ഐനം. എങ്ങനെ വരും? ഐനം, ഐനർ, ഐനം. ഐനം, ഐനർ, ഐനം. ഇതാണ് ഡാറ്റീവ് unbestimmter ആർട്ടിക്കിൾ. ഇപ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ എ ഓർ ആൻ ഉപയോഗിക്കേണ്ട സ്ഥാനത്ത് ഇപ്പൊ എത്ര എണ്ണം നമ്മൾ പഠിച്ചു കഴിഞ്ഞു? 9 പഠിച്ചു കഴിഞ്ഞു. 9 വ്യക്തമായി നിങ്ങൾ ഈ ടേബിൾ മനഃപ്പാഠമാക്കി വെക്കുക. ഡാറ്റീവിന്റെ ഒന്നുകൂടെ പറയുകയാണ്. എന്താണ്? ഐനം, ഐനർ, ഐനം. നമുക്കിനി എക്സാമ്പിളുകൾ ബിൽഡ് ചെയ്ത് നോക്കാം. അതിനായി ഞാൻ ഒരു ഡാറ്റീവ് വെർബാണ് ആദ്യത്തെ എക്സാമ്പിൾ എടുക്കാൻ പോകുന്നത്. ഐ താങ്ക് എ ബോയ്. ബോയ് എന്താണ്? their യുങ്ങൻ. ബോയ് എന്താണ്? their യുങ്ങൻ. അപ്പം ഈ താങ്കിന് എന്ത് വെർബാ? ഡാറ്റീവ് വെർബാ. ഡാറ്റീവ് വെർബ് വന്നു കഴിഞ്ഞാൽ അതിനുശേഷം വരുന്ന ഒബ്ജക്റ്റ് എന്തായിരിക്കും? ഡാറ്റീവിൽ തന്നെയായിരിക്കും. അപ്പം എ ബോയ് എന്നുള്ളത് ഡാറ്റീവിൽ എഴുതണം. അപ്പൊ എങ്ങനെ എഴുതും? ഇഷ് ദാങ്കെ ഐനം യുങ്ങൻ. ഇഷ് ദാങ്കെ ഐനം യുങ്ങൻ. ഞാനൊരു ബോയ്ക്ക് നന്ദി പറഞ്ഞു. ഇനി മറ്റൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഫെമിനിനിൽ നോക്കാം. അതിൽ നമുക്ക് ഡിട്രാൻസിറ്റീവ് വെർബിൽ എക്സാമ്പിൾ നോക്കാം. ഐ സെൻഡ് എ വുമൺ എ ലെറ്റർ. ഐ സെൻഡ് എ വുമൺ എ ലെറ്റർ. വുമൺ എന്താണ്? ദി ഫ്രൗ, ഫെമിനിൻ ആണ്. ലെറ്റർ എന്താണ്? their brief, മാസ്കുലിൻ ആണ്. അപ്പോൾ ഈ സെന്റൻസിൽ എന്തൊക്കെയുണ്ട്? ആരാണ് അയക്കുന്നത്? ഞാൻ, നോമിനാറ്റീവ്. ആർക്കാണ് അയക്കുന്നത്? എ വുമൺ, ഒരു പെണ്ണിന്. അപ്പോൾ അത് ഏതാണ് ഈ സെന്റൻസിലെ? ഡാറ്റീവ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ്. ഇനി എന്താണ് അയക്കുന്നത്? എ ലെറ്റർ. അത് ഏതിലാണ് കിടക്കുന്നത്? അക്യൂസാറ്റീവ് ഡയറക്റ്റ് ഒബ്ജക്റ്റ്. ഈ സെന്റൻസിൽ എന്തൊക്കെയുണ്ട്? നോമിനാറ്റീവ് ഉണ്ട്, ഡാറ്റീവ് ഉണ്ട്, അക്യൂസാറ്റീവ് ഉണ്ട്. ഇങ്ങനെയുള്ള സെന്റൻസുകളുടെ ഫോർമുല എങ്ങനെയായിരുന്നു? സബ്ജക്ട് പ്ലസ് വെർബ് പ്ലസ് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് പ്ലസ് ഡയറക്റ്റ് ഒബ്ജക്റ്റ്. അപ്പൊ ഈ സെന്റൻസ് എങ്ങനെ എഴുതും? ഇഷ്രിക്കെ ഐനർ ഫ്രൗ. ഡാറ്റീവിൽ വന്നു ഇഷ്രിക്കെ ഐനർ ഫ്രൗ ഐനൻ ബ്രീഫ്. അക്യൂസാറ്റീവ് unbestimmter ആർട്ടിക്കിൾ എല്ലാം അതിന് കിടന്നു. അക്യൂസാറ്റീവ് unbestimmter ആർട്ടിക്കിൾ മാസ്കുലിനിൽ എന്താണ്? ഐനൻ. അപ്പോൾ എങ്ങനെ എഴുതി? ഇഷ്രിക്കെ ഐനർ ഫ്രൗ ഐനൻ ബ്രീഫ്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഒരു എക്സാമ്പിൾ കൂടെ നോക്കാം. അതിനെ നമുക്ക് ഡാറ്റീവ് വെർബ് യൂസ് ചെയ്യാം. ഐ ട്രസ്റ്റ് എ ഗേൾ. ഗേൾ എന്താണ്? ദസ് മെൻഷൻ. ഗേൾ എന്താണ്? ദസ് മെൻഷൻ. ഗേൾ ആയതുകൊണ്ട് ഒരിക്കലും ഓർക്കരുത് എപ്പോഴും ഫെമിനിനിലേ വരത്തുള്ളൂ എന്ന്. ഗേളിന്റെ ആർട്ടിക്കിൾ എന്താണ്? ദസ് ആണ്. ദസ് മെൻഷൻ. ഐ ട്രസ്റ്റ് എ ഗേൾ. ഞാൻ ആരെ ട്രസ്റ്റ് ചെയ്തെന്നാണ് അക്യൂസാറ്റീവിലാണ് ചോദ്യം വരുന്നത്. പക്ഷേ ഈ ടു ട്രസ്റ്റ് എന്നുള്ള വെർബ്, ഫെർട്രോവൻ എന്ന് പറഞ്ഞ വെർബ് ഡാറ്റീവിലായതുകൊണ്ട് അതിനുശേഷം ഡാറ്റീവിന്റെ unbestimmter ആർട്ടിക്കിൾ വരും. അപ്പൊ എങ്ങനെ എഴുതും? ഇഷ് ഫെർട്രോവെ ഐനം മേഡ്ഷൻ. ഇഷ് ഫെർട്രോവെ ഐനം മേഡ്ഷൻ. അപ്പം ഇത്രയുമായിരുന്നു ഡാറ്റീവ് unbestimmter ആർട്ടിക്കിൾ. ഇത് വെച്ചുള്ള കൂടുതൽ എക്സാമ്പിളുകൾ ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടേക്കാം. മാക്സിമം നിങ്ങൾ സ്വന്തമായി എഴുതി നോക്കുക. അപ്പോൾ നമ്മൾ bestimmter ആർട്ടിക്കിളും unbestimmter ആർട്ടിക്കിളും പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ദി നെഗറ്റീവർ ആർട്ടിക്കിൾ ഇൻ ഡാറ്റീവ്. ഡാറ്റീവിലെ നെഗറ്റീവ് ആർട്ടിക്കിൾ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിന്റെയും 2 കീ പോയിന്റ്സ് നോക്കാം. ദി നെഗറ്റീവർ ആർട്ടിക്കിൾ ഈസ് ഈക്വൽ ടു നോ, നോട്ട് എ, നോട്ട് എനി, നൺ എന്നൊക്കെ മീനിങ്ങുകൾ വരുന്നുണ്ട്. രണ്ടാമതായ ഒരു പോയിന്റ് ആണ് ഇറ്റ് ഈസ് ഡിറ്റർമൈൻഡ് ഓൺ ദി ബേസിസ് ഓഫ് ജെൻഡർ, കേസ് ആൻഡ് നമ്പർ ഓഫ് നൗൺ. ഇറ്റ് ഈസ് ഡിറ്റർമൈൻഡ് ഓൺ ദി ബേസിസ് ഓഫ് ജെൻഡർ, കേസ് ആൻഡ് നമ്പർ ഓഫ് നൗൺ. ഇനി ഏതൊക്കെയാണ് ഡാറ്റീവ് നെഗറ്റീവർ ആർട്ടിക്കിൾ നമുക്ക് നോക്കാം. അതിന് മുന്നോടിയായി നമുക്ക് നമ്മുടെ നോമിനാറ്റീവിലും അക്യൂസാറ്റീവിലും ഒന്നുകൂടെയും റിവൈസ് ചെയ്തു പോകാം. നോമിനാറ്റീവിന്റെ നെഗറ്റീവർ ആർട്ടിക്കിൾ ഏതൊക്കെയായിരുന്നു? കൈൻ, കൈനെ, കൈൻ, കൈനെ. അക്യൂസാറ്റീവിന്റെയോ? കൈനൻ, കൈനെ, കൈൻ, കൈനെ. ഇനി ഡാറ്റീവിന്റെ വരുമ്പോഴത്തേക്കും എങ്ങനെയാന്ന് നോക്കുക. മാസ്കുലിനിൽ കൈനം, ഫെമിനിനിൽ കൈനർ, നോയിട്രത്തിൽ കൈനം,
പ്ലുറാലിൽ കൈനൻ പ്ലസ് എൻ. പ്ലസ് എൻ എങ്ങനെ യൂസ് ചെയ്യുന്നത് നമ്മൾ വെസ്റ്റേൺ ആർട്ടിക്കിൾ കണ്ടായിരുന്നു. എങ്ങനെയാണ്? കൈനം, കൈനർ, കൈനം, കൈനൻ പ്ലസ് എൻ. ഒന്നുകൂടെ പറയുകയാണ്. കൈനം, കൈനർ, കൈനം, കൈനൻ പ്ലസ് എൻ. ഇനി നമുക്ക് ഇത് വെച്ച് എക്സാമ്പിൾ ബിൽഡ് ചെയ്ത് നോക്കാം. ഇത് വെച്ച് എക്സാമ്പിൾ ബിൽഡ് ചെയ്യുമ്പോഴല്ലോ ഇംഗ്ലീഷിലെ നമ്മുടെ സെന്റൻസുകളുള്ള ലോജിക്കലി അത്ര കറക്റ്റ് അല്ലായിരിക്കും. പക്ഷെ നമുക്ക് ഈ സെന്റൻസുകൾ ജർമ്മനിലോട്ട് ആക്കാനായി നമ്മൾ അങ്ങനെ ബിൽഡ് ചെയ്ത് പോവുകയാണ്. ആദ്യമായി നമുക്ക് ഡാറ്റീവ് വെർബ് വെച്ച് തന്നെ എക്സാമ്പിൾ മാസ്കുലിൻ നോക്കാം. ഐ ആൻസർ നോ ഫ്രണ്ട്. ഞാൻ ഒരു ഫ്രണ്ടിനും ആൻസർ നൽകുന്നില്ല. ഫ്രണ്ട്, ഞാൻ മെയിൽ ഫ്രണ്ടിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം മെയിൽ ഫ്രണ്ട് എന്താണ്? ദെയർ ഫ്രോയിൻഡ്. ഐ ആൻസർ നോ ഫ്രണ്ട്. എങ്ങനെ പറയും? ആൻസർ എന്നുള്ളത് എന്ത് വെർബാണ്? ഡാറ്റീവ് വെർബാണ്. അപ്പൊ അതിനുശേഷം ഡാറ്റീവ് നെഗാറ്റീവ് ആർട്ടിക്കിൾ വരണം. അപ്പൊ എങ്ങനെ എഴുതും? ഈസ് antworte keinem Freund. ist antworte keinem Freund. ഡാറ്റീവ് വെർബ് വന്നതിന് ശേഷം ഡാറ്റീവ് നെഗാറ്റീവ് ആർട്ടിക്കിൾ വന്നു. ഇനി അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. ഐ ട്രസ്റ്റ് നോ ഫ്രണ്ട്. ഈ ഫ്രണ്ടിനെ നമുക്ക് ഫീമെയിൽ ഫ്രണ്ട് ആയിട്ട് എടുക്കാം. ഫീമെയിൽ ഫ്രണ്ടിന് എന്താണ് പറയുന്നത്? ദി ഫ്രോയിൻഡിൻ. ദി ഫ്രോയിൻഡിൻ. മെയിൽ ഫ്രണ്ടോ ദർ ഫ്രോയിൻഡ്. ഫീമെയിൽ ഫ്രണ്ട് വന്നപ്പം ദി ഫ്രോയിൻഡിൻ. മനസ്സിലായല്ലോ? അപ്പം ഐ ട്രസ്റ്റ് നോ ഫ്രണ്ട് എങ്ങനെ പറയും? ഇഷ് ഫെർട്രൗവെ കൈനർ ഫ്രോയിൻഡിൻ. ഇഷ് ഫെർട്രൗവെ കൈനർ ഫ്രോയിൻഡിൻ. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഫെർട്രൗവൻ ഡാറ്റീവ് വെർബ് ആയതുകൊണ്ട് അതിനുശേഷം ഡാറ്റീവ് വന്നു. ഇനി ന്യൂട്രലിൽ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഐ ബിലോങ്സ് ടു നോ ടീം. ഞാൻ ഒരു ടീമിലും ഇല്ല. ഐ ബിലോങ്സ് ടു നോ ടീം. ടീം എന്താണ്? ദസ് ടീം. ദസ് ടീം ആണ്. അപ്പൊ ഇതെങ്ങനെ എഴുതും? ഗെഹിയോറിനൊരു ഡാറ്റീവ് വെർബ് ആണ്. എങ്ങനെ എഴുതും? ഇഷ് ഗെഹിയോറെ കൈനം ടീം. ഇഷ് ഗെഹിയോറെ കൈനം ടീം. ഐ ബിലോങ്സ് ടു നോ ടീം. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി പ്ലൂറാലിലൊരു എക്സാമ്പിളും കൂടി നമുക്ക് നോക്കി ഈ വീഡിയോ എൻഡ് ചെയ്യാം. വി താങ്ക് നോ ഫ്രണ്ട്സ്. ഞങ്ങൾ ഒരു കൂട്ടുകാർക്കും നന്ദി പറഞ്ഞില്ല. ഫ്രണ്ട്സ് ആണ്, പ്ലൂറലാണ്. ഫ്രണ്ട്സ് പ്ലൂറൽ എന്ത് വരും? ദി ഫ്രോയിൻഡെ. ദി ഫ്രോയിൻഡെ. മെയിൽ ഫ്രണ്ട് എന്തായിരുന്നു? ദയർ ഫ്രോയിൻഡ്. ഫീമെയിൽ ഫ്രണ്ട് എന്തായിരുന്നു? ദി ഫ്രോയിൻഡിൻ. ഫ്രണ്ട്സ് എന്താണ്? ദി ഫ്രോയിൻഡെ. വി താങ്ക് നോ ഫ്രണ്ട്സ് എങ്ങനെ പറയും? വിയർ താങ്കൻ കൈനൻ ഫ്രോയിൻഡെ പ്ലസ് എൻ. വിയർ താങ്കൻ കൈനൻ ഫ്രോയിൻഡൻ. പ്ലസ് എൻ വേണ്ട. കൈനൻ പ്ലസ് എൻ. വിയർ താങ്കൻ കൈനൻ ഫ്രോയിൻഡൻ. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്രയുമായിരുന്നു ഡാറ്റീവ് നെഗാറ്റീവ് ആർട്ടിക്കിളിന്റെയും എക്സാമ്പിൾ. ഈ വീഡിയോയിൽ നമ്മൾ എന്തൊക്കെ കണ്ടു? ഡാറ്റീവ് ബെസ്റ്റ് ആർട്ടിക്കിൾ കണ്ടു, ബെസ്റ്റ് ആർട്ടിക്കിൾ കണ്ടു, നെഗാറ്റീവ് ആർട്ടിക്കിൾ കണ്ടു. അപ്പോൾ ഇത്രയുമായിരുന്നു നമ്മുടെ വീഡിയോ. ഒരുപാട് എക്സാമ്പിളുകൾ ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടേക്കാം. മാക്സിമം എക്സാമ്പിൾ നിങ്ങൾ സ്വന്തമായി ചെയ്ത് നോക്കുക. താങ്ക് യു.